ഹായ് കൂട്ടുകാരെ, പൊന്നൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമുക്ക് കപ്പ വെച്ചിട്ട് ഇന്നൊരു അടിപൊളി ഡിഷ് തയ്യാറാക്കിയാലോ. അതിനായി നമുക്ക് കപ്പ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ടാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. കപ്പ നന്നായിട്ട് വേവിച്ച് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്ലീനാക്കി വെച്ചിരിക്കുന്ന നെത്തോലി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ജാറൊന്ന് കഴുകിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോകൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ കടുക് പൊട്ടിച്ച് വീഴ്ത്താം. കടുക് താളിക്കാനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഈ കപ്പയുടെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വയ്ക്കുന്നുണ്ട്. ഇത് തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിതിലേക്ക് കുറച്ച് മീൻ പുളിയും കൂടി ചേർത്ത് കഴിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.